ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇക്കാര്യം കണ്ടെത്തിയത്. പരീക്ഷ എഴുതിയ 9 പേരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിൽബി ദില്ലിയിൽ നിന്ന് ചേരുന്നു. ജിൽബി, ഓരോ ദിവസം കഴിയുന്തോറും നീറ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ സമ്മതിച്ചത് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നു. 2 ഇടത്ത് നടന്ന ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനർത്ഥം 2 ഇടത്ത് മാത്രമല്ല, വീണ്ടും പലയിടങ്ങളിലും ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞ 2 ഇടത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത്. ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളതും ആ വിദ്യാർത്ഥികളോട് ചോദ്യം ചെയ്യലിനോട് ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, തുടക്കം മുതലേ ഈ നീറ്റ് പരീക്ഷയിൽ വലിയ രീതിയിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നാരോപിച്ച വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുമ്പിലെത്തി വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുകയും പിന്നീട് വിഷയം സുപ്രീം കോടതിയുടെ മുമ്പായി എത്തുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ മാസം 23-ന് പുനഃപരീക്ഷ 1563 വിദ്യാർത്ഥികൾക്ക് നടത്താമെന്നൊക്കെ NDA സമ്മതിക്കുകയും അത് നടത്താനിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ഒരു വിവരം കുറ്റാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയ സംഘം ഓരോ പരീക്ഷാർത്ഥികളിൽ നിന്നും 30 ലക്ഷം രൂപ വെച്ച് കൈപ്പറ്റി എന്നാണ് ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ 6 ചെക്കുകളും കണ്ടെടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പറുകൾക്കായി നൽകിയ ചെക്കുകളാണിതെന്നാണ് കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് ഉടമകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ തേടിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് നടത്തുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഇതുവരെ 13 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. 9 പേരോട് ചോദ്യം ചെയ്യാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ബീഹാറിൽ നിന്നുള്ള 7, UP, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരോടുമാണ് ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചില വിവരങ്ങൾ തേടിയതായിട്ടും ഈ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ NDAയുടെ ഒരു നിലപാട് എന്താണ് എന്നറിയാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ അന്വേഷണ സംഘം അവരോടും വിവരം തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിലപാട് തെറ്റാണ്. അത് തന്നെയാണ് ജിൽബി, ഈ ക്രമക്കേട് വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞത് ആ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ്. പിന്നീടാണ് വാർത്തകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഗുജറാത്തിൽ 12 കോടിയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ചോദ്യത്തിന് ഉത്തരമെഴുതിയത് അധ്യാപകരാണ്. അതിനുവേണ്ടി ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നു. അതിൽ 4 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. ഇന്നലെ കേന്ദ്ര സർക്കാർ കുറ്റസമ്മതം നടത്തുന്നു. 2 ഇടങ്ങളിലെ കുറ്റം കണ്ടെത്തി എന്നുള്ളത്. ഇന്ന് ബീഹാറിൽ നടന്ന ഈ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അവിടുത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ സംസ്ഥാനങ്ങളിൽ ഓരോ തരത്തിലുള്ള ക്രമക്കേടുകളാണ്. ചിലയിടങ്ങളിൽ അധ്യാപകർ തന്നെ ഉത്തരമെഴുതി കൊടുക്കുന്നു, ചിലയിടത്ത് ചോദ്യം ചോർത്തി കൊടുക്കുന്നു. വളരെ ഗുരുതരമായ, ഏറ്റവും രാജ്യത്തിന് തന്നെ നാണക്കേടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ പുതിയ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഒരിക്കലും കേന്ദ്ര സർക്കാർ, കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്ന ദേശീയ തലത്തിൽ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷ, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഇത്തരം പരീക്ഷകളുടെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നു. അതിന് നേതൃത്വം നൽകുന്നത് ഒരു കേന്ദ്ര സർക്കാർ. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ് ഈ പുതിയ വിവരങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം നമുക്കറിയാം രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട എക്സാം, അതായത് തന്നെ മെഡിക്കൽ ഫീൽഡിലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയും സമാനമായ രീതിയിൽ നിരീക്ഷണം നടത്തിയത് ഈ പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകൾ ഈ പരീക്ഷയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയുടെ പരീക്ഷകൾ നടത്തുന്നതിനെ ചോദ്യം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അതിന്റെ പവിത്രതയെ ബാധിക്കുന്നു എന്ന് തന്നെയാണ് സുപ്രീം കോടതി പോലും നിരീക്ഷിച്ചത്. എന്തായാലും പല രീതിയിലാണ് ഇപ്പോൾ ഈ ക്രമക്കേടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും NDA അല്ലെങ്കിൽ കേന്ദ്രം തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, അട്ടിമറി ഒന്നും നടന്നിട്ടില്ല, അത് ഗ്രേസ് മാർക്ക് കൊണ്ട് മാത്രമാണ് പിള്ളേർക്ക് അത്തരത്തിൽ മാർക്കുകൾ ലഭിച്ചത്, അല്ലാതെ അതിൽ വേറൊരു അട്ടിമറിയും നടന്നിട്ടില്ല എന്നുള്ള വാദങ്ങൾ ദിവസേന NDA ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് തന്നെ ഇത്തരത്തിൽ ഈ
പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ അവർ ആരോപിച്ചത് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് സമയം കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് കൊടുത്ത് അവരെ പരീക്ഷ ജയിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മാർക്ക് കൊടുക്കുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, കേന്ദ്രം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നുമല്ല സത്യമെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ അവസാനമായിട്ട് ചെയ്തത്, അതായത് ഇത്തരത്തിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്നോണം വീണ്ടും ഇത്തരത്തിൽ ഒരു എക്സാം നടത്താം, പുനഃപരീക്ഷ നടത്താമെന്ന് NDA സമ്മതിച്ചതും ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഈ ഗ്രേസ് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതാനാണ് നിർദ്ദേശിച്ചിരിക്കുക സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന്. പക്ഷേ ഈ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ പരീക്ഷ ആകപ്പാടെ തന്നെ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം. കാരണം ഒരിടത്ത് മാത്രമല്ല, ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല. കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത് 2 ഇടത്ത് ഇത്തരത്തിൽ ക്രമക്കേട് നടന്നു എന്നത് മാത്രമാണ്. അത് കണ്ടെത്തിയതാണ്. അതിന് പിന്നാലെയാണ് ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇന്ന് ഈ ക്രമക്കേട് നടന്ന കാര്യം കണ്ടെത്തുകയും ചോദ്യപേപ്പർ ചോർന്ന കാര്യം കണ്ടെത്തുകയും ചെയ്തത്. ഇത് തീർച്ചയായും കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ പരീക്ഷ റദ്ദ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ലേ? തീർച്ചയായും ചെയ്തു. കാരണം ഒരു രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയൊരു എക്സാമിന് അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇത് റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ കോച്ചിങ് സെന്ററിലെ അധ്യാപകരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ പരീക്ഷ റദ്ദാക്കാനോ അല്ലെങ്കിൽ അവര് ഉന്നയിക്കുന്ന ന്യായങ്ങൾ മാറ്റാനോ ഒന്നും കേന്ദ്രം ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. അതായത് ഈ ഗ്രേസ് മാർക്ക് വിഷയവുമായി അല്ലെങ്കിൽ അതിൽ ആക്ഷേപം ഉയർന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പുനഃപരീക്ഷ നടത്താമെന്ന് NDA സമ്മതിച്ചിരിക്കുന്നത്. അതിലൂടെ പ്രതിഷേധം ഇല്ലാതാക്കാം, അല്ലെങ്കിൽ ഈ ക്രമക്കേട് അല്ലെങ്കിൽ ഈ അട്ടിമറി അതിലൂടെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം കേന്ദ്രം നടത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിന് പിന്നിൽ